റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. യുകെയെ ഞെട്ടിച്ച് നണീറ്റണിൽ 12 വയസ്സുള്ള പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു കൊലപ്പെടുത്തിയ കേസിൽ 2 പുരുഷന്മാരെ കോടതിയിൽ ഹാജരാക്കി. പ്രധാന പ്രതിയായ അഹമ്മദ് മുല്ലക്കിൽ 2 ബലാത്സംഗ കുറ്റങ്ങളാണ് നേരിടുന്നത്. രണ്ടാം പ്രതിയായ മുഹമ്മദ് കബീറിന്റെ മേൽ 13 വയസ്സിന് താഴെയുള്ള പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകൽ, കഴുത്ത് ഞെരിച്ചു കൊല്ലൽ, ബലാത്സംഗത്തിന് സഹായിക്കൽ എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. പ്രതികളായ 2 പേരും അനധികൃത കുടിയേറ്റക്കാരാണെന്ന ആരോപണം വാവിക്ക്ഷയർ കൌണ്ടി കൌൺസിൽ നേതാവ് ജോർജ് ഫിഞ്ച് ഉന്നയിച്ചിട്ടുണ്ട്. ഇതിന് ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ ലഭിച്ചിട്ടില്ല. വാവിക്ക്ഷയർ പോലീസും ഹോം ഓഫീസും അവരുടെ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് മറച്ചുവെച്ചതായി ആരോപണങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട്. കാരണം മറ്റൊരു കുടിയേറ്റ വിരുദ്ധ പ്രതിഷേധം ഒഴിവാക്കാനാണിത്. സംഭവത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താൻ പോലീസ് വിസമ്മതിച്ചു. കുറ്റകൃത്യങ്ങൾക്ക് എതിരെ നടപടി സ്വീകരിക്കുന്നത് രാജ്യത്തെ നിയമങ്ങൾക്ക് അനുസരിച്ചായിരിക്കും. ഇതിൽ വംശീയതയോ കുടിയേറ്റം തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടുന്നില്ലെന്നും പോലീസ് വ്യക്തമാക്കുന്നു. പണപ്പെരുപ്പത്തിൽ വർധനയുള്ളപ്പോഴും പ്രതികൂല സാഹചര്യം മറികടക്കാൻ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്ക് കുറച്ചേക്കുമെന്ന് റിപ്പോർട്ടുകൾ. സമ്പദ്വ്യവസ്ഥ പിന്നോട്ട് പോവുകയും തൊഴിലില്ലായ്മ വർദ്ധിക്കുകയും കൂടാതെ ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ ഇറക്കുമതി തീരുവ അന്താരാഷ്ട്ര വ്യാപാരത്തെ പ്രതികൂലമായും ബാധിക്കുന്ന പശ്ചാത്തലത്തിലാണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്ക് കുറച്ചേക്കുമെന്ന വാർത്ത ശക്തമാകുന്നത്. വ്യാഴാഴ്ച ബാങ്കിന്റെ പണ നയരൂപീകരണ സമിതി ചേരാനിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ റിപ്പോർട്ട് പുറത്തുവരുന്നത്. വരുന്ന വ്യാഴാഴ്ച ചേരുന്ന മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ യോഗത്തിൽ പലിശ നിരക്ക് 0.25% കുറച്ച് 4% എത്തിക്കുമെന്നാണ് അഭ്യൂഹം. അത് സംഭവിച്ചാൽ കഴിഞ്ഞ ഓഗസ്റ്റിന് ശേഷം ഇത് 4ാം തവണയായിരിക്കും പലിശ നിരക്കിൽ കുറവുണ്ടാവുക. ഇതോടെ പലിശ നിരക്ക് 2023 മാർച്ചിലെ നിരക്കിലെത്തുകയും ചെയ്യും. ഓഗസ്റ്റ് മാസത്തിലെ MPC യോഗത്തിൽ പലിശ നിരക്ക് കുറയ്ക്കാൻ 80% സാധ്യതയുള്ളതായാണ് ധനകാര്യ സ്ഥാപനങ്ങൾ വിലയിരുത്തുന്നത്. ഈ വർഷം അവസാനിക്കുന്നതിന് മുൻപായി മറ്റൊരു 0.25% കുറവ് കൂടി പ്രാബല്യത്തിൽ വരുത്തുമെന്നും ഇവർ പ്രതീക്ഷിക്കുന്നു. ബ്രിട്ടീഷ് സമ്പദ്വ്യവസ്ഥ മെയ് മാസത്തിൽ 0.1%, ഏപ്രിൽ 0.3% ചുരുങ്ങുകയുണ്ടായി. ഇതിന് പ്രധാനമായും നിരീക്ഷകർ കുറ്റപ്പെടുത്തുന്നത് ട്രംപിന്റെ പുതിയ ഇറക്കുമതി തീരുവയെയാണ്. അതിനോടൊപ്പം ഒക്ടോബറിലെ ബജറ്റിൽ പ്രഖ്യാപിച്ച പുതിയ നികുതികളും ഈ തകർച്ചയ്ക്ക് കാരണമാണ് എന്നും അവർ പറയുന്നു. ഇക്കഴിഞ്ഞ ജൂൺ വരെയുള്ള 12 മാസ കാലയളവിൽ പണപ്പെരുപ്പം വർദ്ധിച്ച് 3.6% എത്തി നിൽക്കുകയാണ്. MPC ഉന്നം വയ്ക്കുന്നത് പണപ്പെരുപ്പ നിരക്ക് 2% എത്തിക്കാനാണ്. അതുകൊണ്ട് തന്നെ പലിശ നിരക്ക് കുറയ്ക്കുമെന്ന് ഉറപ്പിക്കാനാവില്ല എന്നും ചില സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. എയർ ഇന്ത്യ വിമാന ദുരന്തത്തിൽ ജീവൻ നഷ്ടമായത് ഇന്ത്യൻ വംശജരടക്കം 53 ബ്രിട്ടീഷ് പൗരന്മാർക്കാണ്. ദുരന്തത്തിൽ ജീവൻ നഷ്ടമായവരെ അനുസ്മരിക്കാൻ കഴിഞ്ഞ ദിവസം വെംബ്ലിയിൽ ഒരു അനുസ്മരണ ചടങ്ങ് നടത്തപ്പെട്ടു. 130-ലധികം പേർ ചടങ്ങിൽ പങ്കെടുത്തു. തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിക്കുന്ന കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും ഒരുമിച്ച് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് ചടങ്ങുകൾ നടത്തപ്പെട്ടത്. അപകടത്തിൽ മരിച്ച തന്റെ മാതാപിതാക്കളായ അശോകിനെയും ശോഭന പട്ടേലിനെയും ആദരിക്കുന്നതിനായി മിഥൻ പട്ടേൽ ശതാവിസ് പട്ടീദർ സെന്ററിലാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. യുകെയിലും ഇന്ത്യയിലുമുള്ള നിരവധി കുടുംബങ്ങളുടെ ജീവിതത്തിൽ എയർ ഇന്ത്യ ദുരന്തം വലിയൊരു ശൂന്യതയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. തങ്ങളുടെ പ്രിയപ്പെട്ടവരെ നഷ്ടമായ വേദനയിൽ നിന്ന് പലരും കരകയറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നടത്തപ്പെടുന്ന അനുസ്മരണ ചടങ്ങുകൾ കുടുംബങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഒത്തുചേരാനും മരിച്ചവരുടെ ഓർമ്മകളെ ആദരിക്കാനും തമ്മിൽ ആശ്വാസം നേടാനും ഏറെ സഹായകരമാണ്. അഹമ്മദാബാദ് സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളത്തിൽ നിന്നും ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യയുടെ AI-171 വിമാനം പറന്നുയർന്ന ഉടൻ തകർന്നു വീഴുകയായിരുന്നു. ബോയിംഗ് 7878 ഡ്രീം ലൈനർ വിഭാഗത്തിൽപ്പെട്ട വിമാനത്തിൽ 230 യാത്രക്കാരും 12 ജീവനക്കാരുമായി 242 യാത്രക്കാരുണ്ടായിരുന്നു. അതിൽ ഒരാളൊഴികെ ബാക്കി ഉള്ളവർക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തു. കേംബ്രിഡ്ജ് ട്രെയിൻ സ്റ്റേഷന് സമീപമുള്ള മിൽ പാർക്കിൽ വിദേശ വിദ്യാർത്ഥി കുത്തേറ്റ് മരിച്ചു. സൗദി പൗരനായ മുഹമ്മദ് അൽ ഖാസിമാണ് കൊല്ലപ്പെട്ടത്. കേസിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കേംബ്രിഡ്ജ് സ്വദേശിയായ ചാസ് കോറിഗനെ കൊലപാതകം, ആയുധം കൈവശം വെക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാളെ പീറ്റർബറോ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. ബുധനാഴ്ച കേംബ്രിഡ്ജ് ക്രൗൺ കോടതിയിൽ വാദം കേൾക്കുന്നതുവരെ ചാസിനെ പീറ്റർബറോ മജിസ്ട്രേറ്റ് കോടതി കസ്റ്റഡിയിൽ വിട്ടു. ചാസിന് പുറമെ കൊലപാതകത്തിന് സഹായം ചെയ്തതായി സംശയിക്കുന്ന 50 വയസ്സുകാരനെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിദേശ വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് ഭാഷാ കോഴ്സുകൾ വാഗ്ദാനം ചെയ്യുന്ന സ്വകാര്യ സ്കൂളായ കേംബ്രിഡ്ജിലെ 10 ആഴ്ചത്തെ പ്ലേസ്മെന്റ് പഠനത്തിനാണ് മുഹമ്മദ് അൽ ഖാസിം യുകെയിലെത്തിയത്. പ്രകോപനമില്ലാതെ നടത്തിയ ആക്രമണത്തിലാണ് മുഹമ്മദ് അൽ ഖാസിം കൊല്ലപ്പെട്ടതെന്ന് പോലീസ് അറിയിച്ചു. പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. ഇനി നാട്ടിലെ വാർത്തകൾ. പ്രേം നസീറിന്റെ മകനും നടനുമായ ഷാനവാസ് അന്തരിച്ചു. നായക വില്ലൻ വേഷങ്ങളിൽ തിളങ്ങിയ ഷാനവാസിനെ തിങ്കളാഴ്ച രാത്രി 7 മണിയോടെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും 12 മണിയോടെ മരിച്ചു. വൃക്കരോഗത്തിന് ചികിത്സയിലായിരുന്നു. വഴുതക്കാട് ആകാശവാണിക്ക് സമീപം ഫ്ളാറ്റിലായിരുന്നു താമസം. മലയാളം, തമിഴ് ഭാഷകളിലായി 96 സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത പ്രേമഗീതങ്ങളിലൂടെയാണ് ഷാനവാസ് സിനിമയിലെത്തുന്നത്. മണിത്താലി, ഗാനം, ഹിമം, ചൈന ടൗൺ, ചിത്രം, കോരിത്തരിച്ചുനാൾ തുടങ്ങിയവയാണ് അഭിനയിച്ച ചിത്രങ്ങളിൽ ചിലത്. ഇവൻ ഒരു സിംഹം എന്ന സിനിമയിൽ ആദ്യമായി നസീറിനൊപ്പം അഭിനയിച്ചു. തുടർന്ന് 7 സിനിമകളിൽ പിതാവും മകനും ഒന്നിച്ചു.
ജനഗണമനയാണ് അവസാന ചിത്രം. 25ഓളം സിനിമകളിൽ നായകനായി, ഒട്ടേറെ ചിത്രങ്ങളിൽ വില്ലനും ടെലിവിഷൻ സീരിയലുകളിലും വേഷമിട്ടു. പരേതയായ ഹബീബ ബീവിയാണ് മാതാവ്. ഭാര്യ ആയിഷ ബീവി. മക്കൾ അജിത് ഖാൻ, ഷമീർ ഖാൻ, മരുമകൾ ഹന, സഹോദരങ്ങൾ ലൈല, റസിയ, റീത. ചൊവ്വാഴ്ച വൈകിട്ട് മൃതദേഹം പാളയം ജുമാ മസ്ജിദിലേക്ക് എത്തിക്കും. തുടർന്ന് 5 മണിയോടെ കബറടക്കം. മുമ്പ് സാധ്യമാകാത്ത പദ്ധതികൾ സർക്കാർ ഈ ഓണക്കാലത്ത് സാധ്യമാക്കുമെന്നും ന്യായവിലയ്ക്ക് സാധനങ്ങൾ ലഭ്യമാക്കുമെന്നും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ കിഴക്കോത്ത് ഗ്രാമപഞ്ചായത്തിലെ എളേറ്റിൽ വട്ടോളി മാവേലി സൂപ്പർ സ്റ്റോർ ആക്കി ഉയർത്തിയതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. മുഴുവൻ കാർഡുടമകൾക്കും ഈ ഓണക്കാലത്ത് മാവേലി സ്റ്റോറുകളിലൂടെ 25 രൂപയ്ക്ക് 20 കിലോ അരി ലഭിക്കും. നിലവിൽ ലഭിക്കുന്ന 8 കിലോ അരിക്ക് പുറമെയാണിത്. വെള്ളക്കാർഡുമകൾക്ക് 15 കിലോ അരി റേഷൻ കടകളിലൂടെയും ലഭിക്കുമ്പോൾ മൊത്തം 43 കിലോയാകും. റേഷൻ കടകളിൽ നിന്ന് നീലക്കാർഡുമകൾക്ക് നിലവിൽ ലഭിക്കുന്ന അരിക്ക് പുറമെ 10 കിലോ, ചുവപ്പ് കാർഡുകാർക്ക് ഓരോരുത്തർക്ക് ലഭിക്കുന്ന 5 കിലോ അരിക്ക് പുറമെ കാർഡിന് 5 കിലോ അരിയും അധികമായി ലഭിക്കും. ഓണം പ്രമാണിച്ച് മുളക് 1 കിലോ 115.50 രൂപയ്ക്ക് സബ്സിഡിയോടെ എല്ലാ കാർഡുടമകൾക്കും ലഭ്യമാക്കും. 149 രൂപയ്ക്ക് ലഭ്യമാക്കാൻ തീരുമാനിച്ച സബ്സിഡി വെളിച്ചെണ്ണയുടെ വില ഈ മാസം അവസാനത്തോടെ വീണ്ടും കുറയ്ക്കും. ഓഗസ്റ്റ് 25 മുതൽ സപ്ലൈകോ മൊബൈൽ വണ്ടികൾ സാധനങ്ങളുമായി മണ്ഡലങ്ങളിലൂടെ യാത്ര ചെയ്യും. കഴിഞ്ഞ മാസം 31 ലക്ഷം കുടുംബങ്ങൾ 168 കോടി രൂപയുടെ പലവ്യഞ്ജന സാധനങ്ങൾ മാവേലി സ്റ്റോറുകളിലൂടെ വാങ്ങിയിട്ടുണ്ട് എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരാൻ സാധ്യത. മധ്യകേരളത്തിലും മലയോര മേഖലകളിലും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകി. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. 3 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലാണ് റെഡ് അലർട്ട്. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ചിലയിടങ്ങളിൽ ഇടിമിന്നലിനും സാധ്യതയുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിനും സാധ്യത. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. പത്തനംതിട്ടയിൽ അധ്യാപികയുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് ജീവനക്കാർക്ക് സസ്പെൻഷൻ. ഓഫീസ് PA NG അനിൽകുമാർ, സൂപ്രണ്ട് S ഫിറോസ്, സെക്ഷൻ ക്ലർക്ക് R ബിനി എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. മകന്റെ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് പണം നൽകാനാകാത്തതിൽ മനംനൊന്ത് പത്തനംതിട്ട നാറാണമൂഴി സെന്റ് ജോസഫ് ഹൈസ്കൂളിലെ അധ്യാപികയുടെ ഭർത്താവാണ് ജീവനൊടുക്കിയത്. അധ്യാപികയുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും സമയബന്ധിതമായി വിതരണം ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയ പത്തനംതിട്ട ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെ ഉദ്യോഗസ്ഥരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. നാറാണമൂഴി സെന്റ് ജോസഫ് ഹൈസ്കൂളിലെ പ്രധാന അധ്യാപികയെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാൻ മാനേജ്മെന്റിന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നിർദ്ദേശവും നൽകി. പത്തനംതിട്ട ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് പരിധിയിലുള്ള നാറാണമൂഴി സെന്റ് ജോസഫ് ഹൈസ്കൂളിലെ അധ്യാപികയുടെ UPST തസ്തികയിലെ നിയമനം ഉപാധികളോടെ അംഗീകരിച്ച് ഹൈക്കോടതി 2024 നവംബർ 26 ഉത്തരവിടുകയും ശമ്പളവും മറ്റാനുകൂല്യങ്ങളും 3 മാസത്തിനുള്ളിൽ വിതരണം ചെയ്യാൻ പത്തനംതിട്ട ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. സർക്കാർ 2025 ജനുവരി 17 ഇതിനായി നിർദ്ദേശം നൽകി. എന്നാൽ ശമ്പള കുടിശ്ശിക അനുവദിക്കുന്ന കാര്യത്തിൽ മറ്റ് തുടർ നടപടികൾ ഒന്നും സ്വീകരിക്കാതെ വിഷയവുമായി ബന്ധപ്പെട്ട ഫയൽ തീർപ്പാക്കുകയും സ്പാർക്ക് ഓതന്റിക്കേഷന് സ്കൂൾ പ്രധാനാധ്യാപിക നൽകിയ അപേക്ഷയിൽ തീരുമാനമെടുക്കാതെ വച്ച് താമസിപ്പിച്ചതിലും പത്തനംതിട്ട ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചുവെന്നുമാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ റിപ്പോർട്ട് നൽകിയത്. ഇനി സ്പോർട്സ് വാർത്തകൾ. നാടകീയതയ്ക്കും ത്രില്ലറിനുമൊടുവിൽ ഇടിമിന്നലായി മുഹമ്മദ് സിറാജ് മാറിയതോടെ ഓവലിൽ ഇന്ത്യക്ക് മിന്നും ജയം. കൈവിട്ടെന്ന് കരുതിയ കളി ഇന്ത്യ പൊരുതി നേടിയെടുത്തു. പരമ്പര നഷ്ടം കയ്യെത്തും അകലെ നിൽക്കെയാണ് ഇന്ത്യൻ പേസൽമാൻ ഇംഗ്ലീഷ് നിരയെ 367 റൺസിന് എറിഞ്ഞിട്ട് 6 റൺസിന്റെ അവിസ്മരണീയ വിജയം സ്വന്തമാക്കിയത്. പരിക്കേറ്റ ക്രിസ് വോക്സ് വരെ ബാറ്റിംഗിനിറങ്ങാൻ നിർബന്ധിക്കപ്പെട്ട കളിയിൽ 5ാം ദിനം ഇംഗ്ലണ്ടിന്റെ അവസാന 4 വിക്കറ്റുകളിൽ 3 സിറാജ് നേടിയപ്പോൾ 1 പ്രസിദ്ധ് കൃഷ്ണ സ്വന്തമാക്കി. പരമ്പരയിലെ നിർണായകമായ 5ാം ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെ 6 റൺസിന് കീഴടക്കിയ ഇന്ത്യ പരമ്പര സമനിലയിലാക്കി. 5 വിക്കറ്റ് വീഴ്ത്തിയ മുഹമ്മദ് സിറാജും 4 വിക്കറ്റ് വീഴ്ത്തിയ പ്രസിദ്ധ് കൃഷ്ണയ്ക്കും ഇന്ത്യക്ക് അവിസ്മരണീയ വിജയം സമ്മാനിച്ചു. ഇന്ത്യ ഉയർത്തിയ 374 റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റെടുത്ത ഇംഗ്ലണ്ടിന് 4 വിക്കറ്റ് ശേഷിക്കെ അവസാന ദിനം ജയിക്കാൻ 35 റൺസായിരുന്നു വേണ്ടിയിരുന്നത്. 6ന് 339 റൺസ് എന്ന നിലയിൽ ബാറ്റിംഗ് ആരംഭിച്ച ഇംഗ്ലണ്ടിനായി പ്രസിദ്ധ് കൃഷ്ണ എറിഞ്ഞ ആദ്യ 2 പന്തുകളും ബൗണ്ടറി കടത്തിയാണ് ജാമി ഓവർടൺ തുടങ്ങിയത്. എന്നാൽ തൊട്ടടുത്ത ഓവറിൽ ജാമി സ്മിത്തിനെ വീഴ്ത്തി മുഹമ്മദ് സിറാജ് മത്സരം ആവേശകരമാക്കി മാറ്റി. പിന്നാലെ 80ാം ഓവറിൽ ഓവർടണിനെ 9 വിക്കറ്റിന് മുന്നിൽ കുടുക്കി സിറാജ് വീണ്ടും ഇന്ത്യൻ സാധ്യതകൾ വർദ്ധിപ്പിച്ചു. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 116.59 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും.